ഇത്രയും സാധനങ്ങൾ ഇനി ഇതിനകത്ത് കയറ്റണം. നോക്കാം. നമ്മളിവിടെ ആറ്റുകൽ കോംപ്ലക്സിന്റെ അകത്തുള്ള ഒരു ഊതും അസ്തറൊക്കെ വെക്കുന്നത് അറേബ്യൻ ഫാബ്രിക്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നു കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം അശ്വിൻ വന്നപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശ്വിൻ എല്ലാവരും ഇവിടെ കൊണ്ടുവന്നു. നമ്മള് പെർഫ്യൂം ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും പാരഗണിൽ വന്നു. നമ്മള് പാരഗണിൽ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കവടിയാറിലുള്ളൊരു കൾച്ചറൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നു കേട്ടോ. കുറച്ച് ഇങ്ങനെ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഷോപ്പ് കാണിച്ചാണ്. ഇതാണ് കൾച്ചറൽ ഷോപ്പിംഗ്. ಇದು ಸುಮಾರು ಮನೆಗಳಿದೆ ಮುಂಗಡೆ ಮನೆಗಳು. ಲಾಸ್ಟ್ ಮನೆ ಇದೇ ಮನೆನಾ? ಇದೇ ಮನೆ. അതിന്റെ റൂം തോർച്ചി. നമ്മുടെ റൂം ഇത് അവിടെയാണ് കേട്ടോ. ബീച്ച് ഹൗസാ ആ ബാക്കിൽ കാണുന്നതാ, ആ വൈറ്റ്. അവിടുന്ന് നോക്ക്, അവിടുന്ന് സ്ട്രെയിറ്റ് നടന്നു വന്നു കഴിഞ്ഞാ ബീച്ച്, പ്രൈവറ്റ് ബീച്ച്. ಏನಾಯ್ತು? ಚೆನ್ನಾಗೈತಪ್ಪ. ಅಯ್ಯಯ್ಯೋ ಮಹೇಶ್, ಹೆಂಗಿದೆ ಪ್ಲೇಸ್? ಪೀಸ್ಫುಲ್ ಹೆಂಗಿರ್ಬೇಕು? ಸಪ್ತಸಾಗರದಾಚೆ ಎಲ್ಲೋದೇ. ಹಲೋ, ಯಾರು ಬುಕ್ ಮಾಡಿರೋದು? ಇದಾನೆ ട്ടോ ನಮ್ಮ ക്രീം ഹಚ್ತಾ ಇದೆ ಅಂತ. ഇതാണ് സ്ഥലത്താണ്. ഇതൊരു ബീച്ച് ഹൗസ് വില്ലയാണ് കേട്ടോ. ഇത് വർക്കലയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. വർക്കലയിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സിൻ്റെ ദൂരമുണ്ട്. നമ്മൾ വർക്കലയിൽ കുറേ സ്റ്റേ ഒക്കെ നോക്കി, പക്ഷെ ബീച്ചിന് അടുത്തായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാം ഈ ഹോസ്റ്റൽസ് പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങൾക്കൊരു വീടിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വീട് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ചില്ലായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴേക്കും കുറച്ച് ദൂരമാണെങ്കിലും നമ്മൾ ഇത് ബീച്ച് നമ്പർ 24 ബീച്ച് ഹൗസ് 24 പുത്തൻതോപ്പ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു അഡ്രസ്സ്. നമ്മൾ ഈ ഒരു സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ബീച്ചിലേക്ക് എൻട്രി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു പ്രൈവറ്റ് ബീച്ച് ഫീലിംഗ് ആണ്. അതിനകത്ത് കളിക്കാം, അവിടെ വെള്ളത്തിൽ കളിക്കാം ഒക്കെ ഓപ്ഷൻ ഉണ്ട്. എവിടെ? എല്ലാരും ഫ്രഷ് ആവാൻ കേട്ടോ. നമ്മളിനി വർക്കലയിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ ഇവിടെ സൺസെറ്റ് കണ്ടിട്ടേ പോകുന്നുള്ളൂ വർക്കലയിലേക്ക്. ഇപ്പൊ സമയം 5:30 ആയി.
കണ്ണു ബീച്ചിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും കണ്ണും കൂടി കണ്ണുവിന്റെ കൂടെ ഞാനും കണ്ണും കൂടെ സൈഡിലിരിക്കാൻ കേട്ടോ. ബാക്കി എല്ലാവരും അശ്വിൻ ഫ്ലാറ്റായി കുറച്ച് സമയം. മഹേഷ് അവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവുന്നുണ്ട്. ഭയങ്കര വെയിലുണ്ട് കേട്ടോ. 5:30 ആയാലും ഭയങ്കര വെയിലുണ്ട് ഇവിടെ. ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മള് വർക്കല ട്രിപ്പിൽ വന്നിട്ടോ. ജസ്റ്റ് നമ്മൾ അവിടുന്ന് നമുക്ക് 40 മിനിറ്റിന്റെ ദൂരം ഉണ്ടായിരുന്നു. നമ്മള് ഇവിടെ സർവ കഫേയിൽ വന്നു കേട്ടോ, വർക്കലയില്. ഞാൻ വഴുതക്കാട് സർവ കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു ഐഷുവിൻ്റെ കൂടെ. സമയം 8 മണിയാണ് കേട്ടോ. ആരും എഴുന്നേറ്റിട്ടില്ല, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഇറങ്ങി വന്നപ്പോൾ ഒരു വ്യൂ കാണിച്ചു തരട്ടെ. രാത്രി ഉറങ്ങുമ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണേ. ഇത്ര അടുത്ത് ഞാൻ ഇതുവരെ താമസിച്ചിട്ടില്ല. ബീച്ചിൽ പോയി വന്നിട്ടുണ്ടെന്നല്ലാതെ ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ആലോചിക്കുക എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ടോ, ഇല്ല. അപ്പം രാത്രി മൊത്തം ഈ അലകളുടെ സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാത്തിനും ഒരു ഭംഗി, പക്ഷെ ചിലപ്പം ചില കാര്യത്തിൽ അത് ഭയങ്കര റിസ്ക് ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും മഴക്കാലത്തും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പം. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ വന്ന് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ബ്യൂട്ടി ഫീൽ ചെയ്യുന്നു, അങ്ങനെ മാത്രം. ഇന്നലെ വർക്കല പോയിട്ട് ഞാൻ വർക്കല പോയിട്ടുണ്ട് മുന്നേ. അപ്പം ഇവർക്കെല്ലാവർക്കും വർക്കല കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴും അശ്വൻ പറയുന്നുണ്ട് വർക്കലയിൽ ഒന്നുമില്ല എന്ന്. പക്ഷെ ഇവര് ഇവിടെ വരെ വന്നതല്ലേ, കാണാന്ന് പറഞ്ഞു. അങ്ങനെ വർക്കല പോയി. ഇവരെല്ലാവരും ഇത്രയേ ഉള്ളോ വർക്കല, ഇതാണോ എന്ന് ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മുന്നേ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വർക്കല. വർക്കലയിൽ എന്താ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതൊക്കെ ഗോവയിൽ അതിനേക്കാളും നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ കുറേ കഫേസ് ഉണ്ട്. ഇന്നലെ ഞങ്ങൾ ആ സർവ കഫേയിൽ പോയപ്പോൾ അവിടുത്തെ കിച്ചൺ ഭയങ്കര ഡേർട്ടി ആയിരുന്നു കേട്ടോ വർക്കലയിൽ. കാരണം നമ്മൾ ആ ഒരു കഫേയിലേക്ക് എൻട്രി ആവുന്ന സ്ഥലത്ത് കിച്ചൺ കാണാൻ പറ്റും. കിച്ചൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര ഡേർട്ടി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല, അത് സ്കിപ്പ് ചെയ്തു. എന്നിട്ടൊരു സമാധാനം കഫേ എന്ന് പറഞ്ഞൊരു ഇവിടെ പുത്തൻതോപ്പിൽ തന്നെ അവിടെ വന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെയൊക്കെ ഭയങ്കര ഇരുട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡ് ഒന്നിനും കൊള്ളാത്ത ഫുഡായിരുന്നു സമാധാനം കഫേയിൽ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, പിന്നെ ഭയങ്കര ഓയിലി ആയിരുന്നു, അങ്ങനെയൊക്കെ. ഇന്നലെ ഞങ്ങൾക്ക് പാരഗണിൽ മാത്രമേ നല്ല ഫുഡ് കിട്ടിയുള്ളൂ. ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ സ്ഥലത്ത് നമുക്ക് അബദ്ധങ്ങൾ പറ്റി. അത് ഞങ്ങളിങ്ങനെ നമ്മളിങ്ങനെ ചൂസ് ചെയ്യുമ്പം റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട്, കാരണം ഇവർക്ക് ചിലർക്ക് കഫേയാണ് ഇതിലിഷ്ടം, ചിലർക്ക് വെജ്. ഇപ്പം ലാവണ്യക്ക് വെജ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. മുന്നേ ഇപ്പം ഞാനും അശ്വിനും മാത്രം വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം വരാറില്ല. കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്, ഓക്കെ ഇന്നടുത്ത് പോകും, നമ്മൾ ഇന്നത് കഴിക്കും, അങ്ങനെ. പക്ഷെ ഇതിലിപ്പം എല്ലാവരെയും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റുന്നത് ചില ഹോട്ടൽസിൽ. എന്തായാലും ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. കഴിഞ്ഞൊരു 3 ദിവസത്തെ ഒരുമിച്ചുള്ള വ്ളോഗാണിത്. കാരണം അതിലുള്ള കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് ഞാൻ എടുത്ത ഒരു വ്ളോഗാണ്.
ഇന്ന് വൈകുന്നേരം ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. നാളെ എന്നിട്ട് തിരിച്ചു പോകുന്ന വേറെ വ്ളോഗ് ചെയ്യും. ഈ ഒരു സ്റ്റേ, ഈ താമസിക്കുന്ന സ്റ്റേ പുറത്ത് ഭയങ്കര വ്യൂ ആണ്, ഒക്കെയാണ് കേട്ടോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈൽസൊക്കെ ഇങ്ങനെ ഒരു നടക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നനവിലൂടെ നടക്കുന്നത് പോലെ. പിന്നെ എനിക്കിത് കുറേ പഴയ വീടായത്, അതിനവർ മുന്നിൽ മാത്രം ചെയ്ത് വെച്ചിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക. കിച്ചണൊക്കെ ഒരു മീൻ്റെ സ്മെല്ലാണ്, ഭയങ്കര മീൻ്റെ സ്മെല്ല് ഇവിടെ. അപ്പം ഞങ്ങൾക്ക് മീൻ്റെ സ്മെല്ല് കുഴപ്പമില്ല, ബാക്കി അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു മീൻ്റെ സ്മെല്ല്, ഇങ്ങനെ ഒരു പച്ചമീൻ്റെ ഭയങ്കര സ്മെല്ല് വരും. അതെന്താണെന്ന് അറിയില്ല കിച്ചൻ്റെ സൈഡിലൊക്കെ. അതുകൊണ്ട് ഇവിടുത്തെ കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വെള്ളം പോലും ആരും കുടിക്കുന്നില്ല. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി, എല്ലാവരും ഇറങ്ങുകയാണ്. നമ്മൾ ജട്ടായു ആർട്ട് സെൻറ്റർ കാണാൻ പോവാണ്. അങ്ങനെ സമയം നമ്മൾ 9 മണിയാകുമ്പോൾ ജട്ടായുവിൽ എത്തണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ജട്ടായു ഓപ്പൺ ആവും 9 മണിക്കാണ്. പക്ഷേ ഇപ്പം സമയം 10:30 നമ്മൾ ഇവിടെ വീട്ടിലിരിക്കുന്നതേ ഉള്ളൂ. ജട്ടായുവിൽ നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂറിൻ്റെ ദൂരമുണ്ട്. 1 മണിക്കൂർ അവിടെ പോയി അതൊക്കെ കണ്ടു തീരുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത്. തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് സ്റ്റേയിലേക്ക് വന്നിട്ട് സ്റ്റേയിൽ തന്നെ ബീച്ചിലൊക്കെ പോയി കളിച്ച് സ്പെൻഡ് ചെയ്യാനാണ് കേട്ടോ ഇന്നത്തെ ഒരു പരിപാടി. നമ്മൾ ലാവണ്യക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കിളിമാനൂരിൻ്റെ അടുത്തുള്ള ആര്യാസിൽ കയറി. എന്നിട്ട് ദോശ പറഞ്ഞു. ഇവളും അവളും 2 പേരും ദോശ ഓർഡർ ചെയ്ത്. കണ്ണൂരും ദോശയല്ല ഗീ റോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നോൺ വെജ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട്. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവരെ ആദ്യം സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ വഴിയോരക്കടയിൽ കഴിക്കാൻ വന്നു. നമ്മൾ ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തു. ഇതാണ് അവരുടെ ഒരു മീൽസ്. ഇതിൽ അവിയലുണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ പച്ചടി, അച്ചാറ്. ഇത് ദാല് കറിയാണ്. ദാലിന്റെ പരിപ്പ് കറി നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ. ചൂരക്കറി എക്സ്ട്രാ പറഞ്ഞു. പിന്നെ നമ്മളുടെ നത്തോലി, ഇത് പ്രോൺസ്, അത് മത്തിയുടെ ഒരു വരട്ടാണ്. പിന്നെ അത് ചിക്കൻ, പിന്നെ മട്ടൻ ചാപ്സും. ಇದು ಟ್ಯಾಪಿಯೋಕ. വഴിയോരക്കടയിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നു ജട്ടായു എർത്ത് സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജട്ടായു എർത്ത് സെൻറ്ററിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. Right side, single line, one side. Office. ಮಹೇಶು ಇನ್ನೊಂದ್ಸರಿ ಮಾಡೋದು. ಇಲ್ಲಿ ಎಷ್ಟಂತ ಬಿಡು ನಾನು ಅಲ್ಲಿ ಅದು ಅವರಿಗೆ ಅದು ಈಗಲ್ಲ ಮುಡಿ ಕಟ್ ಮಾಡ್ಸೋದು ಮುಡಿ ಬನ್ನಿ ಹೋಗೋಣ. ಥ್ಯಾಂಕ್ ಯು ಸರ್. സെയിം കേബിൾ കാർ ബ്രാൻഡ്. ഇവിടെ സെയിം കേബിൾ കാറാണ് ഗുജറാത്തിലും മലമ്പുഴ, ഒഡീഷ, ഗുജറാത്ത് ഇവിടെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സെയിം ബ്രാൻഡ്. ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഇവിടെ ജട്ടായുലുള്ളത്.
ಏ ಮಹೇಶು, ಏ ಯಾರಾದ್ರೂ ಕಾಫಿ ಕುಡಿತೀರಾ? Golden chariot. തിരിച്ചു വരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്ത് ബാക്ക് ചെല്ലിലും കാണാം. ഇഷ്ടമായ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഓപ്ഷൻ ആണ്. ഈ ക്യാപ്ചർ പല പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് 280 പല പ്രൊഡക്റ്റുകളുണ്ട്. ഇഷ്ടമായ മാത്രം പർച്ചേസ് ചെയ്യുന്നത് ഓപ്ഷനലാണ്. ಮೌಂಟೇನ್ ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ ಇದೇ ತರ ಕೇಬಲ್ ಚೇರ್ ಅಲ್ಲಿ ಸೂಪರ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್. ನಾನು 3-4 ಸತಿ ಚೆನ್ನಾಗಿರುತ್ತಲ್ಲ ನೀವು ಹೋಗ್ಬೋದು. ಬಟ್ ಬರೀ ಪೋಹ ಇರುತ್ತೆ. ಪೋಹ ಮ್ಯಾಗಿ ಪೋಹ. ಅದೇ ಮುಟ್ಟು. ವೆಂಟಿಲೇಷನ್ ಇಲ್ಲ ಶು, ಎಸಿ ಇಲ್ಲ ಶು. ಅಯ್ಯೋ ವೆಂಟಿಲೇಷನ್ ಐತೆ ಮ್ಯಾಚ್. ಅಯ್ಯೋ ಅಯ್ಯೋ ಎಸಿ ಬೇಕಲ್ಲ ಶು. ಇದು ಒಳ್ಳೆ ಸಿಗತ್ತೆ ನಿಂಗೆ. ನೀನ್ ಮಾಡು. ಸೊ ಇದು ಮೇಲ್ಗಡೆ ಹತ್ತದ್ ಮಾಡು. ನಂದು ಫಸ್ಟ್ ಕಾರ್ಬನ್ ಕಾರ್ ಏನದು ಕೇಬಲ್ ಕಾರ್. ನಮ್ದು ಫೋಟೋ ತೆಗಿತಾರ. ನಾವು ನೋಡಿ ಫೋಟೋ ತೆಗಿತೀನಿ. ನಾನು 3 ಜನ ಇದೆಯಾ? ಕಣಿಯಲ್ಲಿ ಕೂತ್ಕೊಂತಿದ್ಯಾ? ಇಲ್ಲ ಬರ್ಣ ಬಂದರೆ ಪ್ರಾಪರ್ ಆಗಿ ಗ್ಲಾಸ್ ಇದೆ ಅಲ್ಲ? ಅಲ್ಲ ಶು ಹಿಂದ್ಗಡೆ ಹೋಗೋಣ. ಸ್ಟೆಪ್ ಇದೆ ಓಕೆನಾ? ಕಣ್ಣು ಅವಳು ಸ್ಟೆಪ್ ಇದೆ. ಯು ಬೋಲ್ಡ್ ಎದಕ್ಕೆ ಆಗ್ತೈತೆ ಪೂಜೆ? ಮತ್ತೆ ನಿದ್ದೆ ಬರ್ತದೆ ನಿದ್ದೆ.
അമ്മണി ഇവിടെ ഇരിക്കുന്നു, 2 മങ്കി കുട്ടന്മാർ അവിടെ ഇരിക്കുന്നു. അമ്മണിനെ പോലത്തെ 2 മങ്കി കണ്ണു കണ്ണു. ഈ 2 മങ്കി കണ്ണിനെ പോലെ തന്നെ ഉണ്ട്, നോക്കിയേ. പക്ഷെ അതിന് വലിയ വാലുണ്ടോ? എനിക്ക് വാലുണ്ട്. അമ്മണിക്ക് വാല് വേണോ? ആ, ഒരു വാല് നമുക്ക് ഫിക്സ് ചെയ്താലോ? പിന്നെ എനിക്ക് മങ്കിനെ പോലെ ശരീരം കിവിയെല്ലാം വേണം. മങ്കിനെ പോലെ ചെവിയൊക്കെ വേണോ? ചെവിയും പിന്നെ ശരീരം ബോഡി. ബോഡി. ശരീരം. ഈ മങ്കിക്ക് വലിയ വാലുണ്ട് മോനെ. അത്രയും വലിയ വാല് നമുക്ക് ഇപ്പൊ എവിടെ കിട്ടും? എന്നെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ ಜಂಪ್ ಮಾಡಿ ಜಂಪ್ ಸೀಕ್ರೆಟ್ ಕೂತ್ಕಾಶು ನೀನ್ ಕೂತ್ಕೊಂಬ, ನೀನ್ ವಿಡಿಯೋ ಮಾಡಿ. ಇಲ್ಲಿ ಫ್ಯಾನ್ ಐತಿ ಗಾಳಿ ಬಂದಂಗಲ್ಲ ಇದು ಗಾಳಿ ಬರ್ತೈತೆ ಅಂದ್ರೆ ಅಲ್ಲಿಂದ ತಗೊಂಡ್ಬಿಟ್ಟು ಏರ್ ಫಿಲ್ಟರ್ ಮಾಡಿ ಹಿಂಗ್ ಕಳಿಸ್ತೈತೆ ಅಂದ್ರೆ ಫಿಲ್ಟರೇ ಇಲ್ಲ ಗೈಸ್ ಇವಾಗ ಹೋಗ್ತಾ ಇದೀವಿ, ಆರ್ ಗೋಯಿಂಗ್. ಬಾಯ್ ಬಾಯ್ ಜಟಾಯು. ಜಟಾಯು ಚೆನ್ನಾಗಿದೆ ಚೆನ್ನಾಗಿದೆ, ಕೇಬಲ್ ರೈಡ್ ಚೆನ್ನಾಗಿದೆ, ವ್ಯೂ ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೊಳ್ಳೆ ಫೋಟೋಸ್ ಬರುತ್ತೆ. ಕ್ಲೈಮೇಟ್ ಎಲ್ಲ ಚೆನ್ನಾಗಿರೋ ಕಾರಣ ಸ್ವಲ್ಪ ಸೆಕೆ ಇದೆ, ಬಟ್ ಬೆಟರ್ ಇದು ಬಿಸಿಲು ಇಲ್ದಿರೋ time ಅಲ್ಲಿ ಬರ್ಬೇಕು. ಬೆಳಗ್ಗೆ ಬರ್ಬೇಕು ಅನ್ಸುತ್ತೆ, ಮಾರ್ನಿಂಗ್ ಟೈಮ್ ಅಲ್ಲಿ ಬರ್ಬೇಕು, ಆಗ ಒಳ್ಳೆ. ಇಲ್ಲ 4 ಗಂಟೆ ಕ್ಲೋಸ್ ಲಾಸ್ಟ್ 1 ಅವರ್ ಇರುತ್ತಲ್ಲ ಕ್ಲೋಸಿಂಗ್ ಅಲ್ಲಿ ಅವಾಗ ಬರ್ಬೇಕು, ಸ್ವಲ್ಪ ಬಿಸಿಲು ಕಮ್ಮಿ ಇರುತ್ತೆ. ಸಮ್ಮರ್ ಅಲ್ಲಿ ಬರೋದಕ್ಕೆ ಪ್ಲಾನೇ ಮಾಡುವ. 560 rupees ಒಬ್ಬರಿಗೆ ಕೇಬಲ್ ಕಾರ್. ಮುಡಿ ಹೌದು ಜಟಾಯು. ಇದು ಎവിടെ ಸ್ಥಳ ಮನೆ? ಜಟಾಯು ನೋಡ್ಬಾ, ಜಟಾಯು ಜಟಾಯು. ಚೋನು ಯಾಕೆ ಸೀರಿಯಸ್ ಆಗಿ ಕೂತ್ಕೊಂಡಿದ್ಯಲ್ಲ? ಊಟ ಬೇಕು ಅನ್ಸೋದು, ಊಟ ಬೇಕು. ಊಟ ಮಾಡ್ತೀಯಾ? ಐಸ್ ಕ್ರೀಮ್ ತಿಂತೀಯಾ? ಕೇಕ್ ತಿಂತೀಯಾ? ನೀರು ಬೇಕು, ನೀರು. ನೀರಿಲ್ಲ. ಚಿಲ್ಡ್ ವಾಟರ್ ಬೇಕು. ಐಸೇ ಬೇಕು. ನಿನ್ಗೇನ್ ಬೇಕು? ನಂಗೂ ನೀರ್ ಬೇಕು, ಚಿಪ್ಸ್ ಬೇಕು, ಈಗ ಐಸ್ ಕ್ರೀಮ್, ಕೇಕು. ಐಸ್ ಕ್ರೀಮ್. ನಿಂಗೇನ್ ಬೇಕು? ಪೇಣಿ ಪೆನಿ ಪೇಣಿ ಪೆನಿ ಪೇಣಿ ಪೇಣಿ ಕಣೋ, ಪೇಣಿ. ಪೆನಿ ಇಲ್ಲಿ ಇದಾಗಿ ಸಿಕ್ಕಿದ್ಯಾ? ನಿನಗೆ ಪೇಣಿ ಹಾಲು ಕುಡಿಬೇಕು. ಇಲ್ಲ ಇದು ಬುಹಾರಿ. ಪೆನಿ ಹಾಲಂದ್ರೆ ಮತ್ತೆ ಮೇಲ್ಗಡೆ ಹೋದ್ರೆ ವಾಟರ್ ಮತ್ತೆ ಏನು ಇಲ್ಲ, ನೀವು ಕ್ಯಾರಿ ಮಾಡ್ಬೇಕು. ಪ್ಲಾಸ್ಟಿಕ್ ಬಾಟಲ್ ಅಲ್ಲ, ಸ್ಟೀಲ್ ಬಾಟಲ್ಸ್, ಸ್ಟೀಲ್ ಆರ್ ಗ್ಲಾಸ್ ಬಾಟಲ್ಸ್. ಎಲ್ಲ ಶಾರ್ಟ್ ಮಾಡ್ತೀನಿ ಈಗ. ಅವಳು ಹೋಗಿ ನಮ್ದು ಯಾವ್ದು ನಾವು ಏನ್ ಮಾಡಿರ್ತೀವಿ ಅದೆಲ್ಲ ಕಟ್ 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 ಮಾಡಿ ಯಾವ್ದು ಬೇಡ ಅದು ಅಂತ ನೋಡ್ರಿ. ಮತ್ತೆ ಈಗ ಹೋಗುತ್ತೆ ಅದು ನಮಗೆ ಬೇಕಂದ್ರೆ ಲೈಂಗಿ ಚೆನ್ನಾಗಿರುತ್ತೆ. ಅಲ್ಲಿ ಸಣ್ಣ ಜ್ಯೂಸ್ ಶಾಪ್ ದೊಡ್ಡದಲ್ಲ, ಒಂದು ಕೇಳಿ ಅಂಗಡಿ ತರ ಇರುತ್ತೆ, ಅದು ನಮಗೆ ಒಳ್ಳೆಗೆ ಸಿಗುತ್ತೆ ಜ್ಯೂಸ್. നമ്മൾ ജസ്റ്റ് ജഡായൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ. ഇവിടെ ഭയങ്കര ചൂടായിരുന്നേ. ഈ മഴയുടെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഭയങ്കര ചൂടുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടി രാവിലെ വരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും 1 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വരണം തന്നെ വിചാരിച്ചു, പക്ഷെ നമ്മൾ വന്നില്ല. നമ്മൾ വന്നപ്പോഴേക്കും ലേറ്റായി. ഒരു 9 മണിക്കൊക്കെ ഇത് ഓപ്പൺ ആവും. ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 550 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേബിൾ കാർ വഴി പോകാം. പിന്നെ സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് വഴി പോകാനാണെങ്കിൽ 250 രൂപ അങ്ങനെ എന്തേ ഉള്ളൂ. പിന്നെ മുകളിൽ നമുക്ക് കുടിക്കാനും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഏതോ ഒരു ജ്യൂസ്, പക്ഷെ അത്ര വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങളവിടെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഈ ഒരു വെതർ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ വെള്ളം കുടിക്കണമെന്നും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. സമയം 3:30 ആയതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ലേറ്റ് ആവാണ്ട് ഇന്ന് പ്രോപ്പർട്ടിയിൽ തന്നെ പോയി ടൈം സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് അവിടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കണേ. നമ്മൾ റൂമിലെത്തിട്ടോ, ജട്ടായിൽ പോയിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ബീച്ചിൽ കളിക്കാൻ പോവാം. പക്ഷെ എവിടെ പോണു? എന്താ ചെയ്യാൻ പോണേ? ബീച്ചിൽ സ്വിം ചെയ്യാൻ പോണോ? ഇപ്പൊ അശ്വിൻ പറയും അധികം പോട്ടെ, ദൂരെ പോണ്ട പറയും, പറയില്ലേ? അങ്ങോട്ട് പോണ്ട പറയും, അങ്ങനെ പറയില്ലേ?
പോണ്ട 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 But it's very scary. പയ്യന്നൂർത്തത് So calm. ഇവിടുത്തെ ബീച്ച് ഭയങ്കര ഡീപ്പാണ് കേട്ടോ. അതുകൊണ്ട് അവൻ പറയണേ ആ ആ ഡീപ്പല്ല, ഈ ഷോറ് ഈ സൈഡിൽ വരെ ഡീപ്പല്ലേ. പയ്യന്നൂർത്ത് ഇഷ്ടം ഡീപ്പില്ലല്ല അൽവാ. പയ്യന്നൂർത്തത് വെച്ച് കഴിഞ്ഞാല് അല്ല സംഭവം കടല് ഡീപ്പ് തന്നെയാണ്. കടലിന്റെ അല്ല, കുറച്ച് സ്ഥലം കൂടി നമുക്കിങ്ങനെ അങ്ങോട്ട് പോവാൻ പറ്റും നടന്നിട്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ആഴം പോലെ കാണാം. നമുക്ക് പേടിയാവും. എല്ലാരും ഓൾറെഡി പോയിട്ട് വെള്ളത്തിൽ കളിക്കാൻ പോയിട്ടുണ്ട്. കൺമണിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൺമണി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. കൺമണിക്ക് കടലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ ബീച്ചിൽ കളിച്ചത് ഫസ്റ്റ് ടൈമാണ്. ഭയങ്കരമായിട്ട് ഇപ്രാവശ്യം നമ്മള് ബീച്ചിൽ കളിച്ചു. ഇത് പോയി കുളിക്കണം, എല്ലാരും കുളിക്കണം. എല്ലാരും കുറെ ബാത്റൂം ഉണ്ട് വീട്ടില്, 4-5 ബാത്റൂം ഉണ്ട്. ഓരോ ബാത്റൂമിൽ ഓരോരാൾക്ക് കയറി കുളിക്കാം. പുറത്ത് അവരൊരു ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫാമിലി പാക്ക്. ഒരാൾ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. ಏನೆಲ್ಲ ಸಂದೇಶ ಏನಿಲ್ಲಮ್ಮ ಪರೋಟ ಮಾತ್ರ. ಚಿಕನ್ ಕರಿನಾ ಚಿಕನ್ ಕರಿ ನನಗೂ ಏನೋ ಬೇರೆ ತಂದಿದ್ದೀನಿ. ಲಾವಣ್ಯ ಇಟ್ಸ್ ಮೈ ಕರಿ. ഫ്രൈഡ് റൈസ് ഇല്ല. കണ്ണൂര് ഇന്നങ്ങനെ 11-ാം തീയതിയാണ്. ഞങ്ങൾ വന്നത് 5-ാം തീയതിയാണ്. നമ്മൾ ട്രിവാൻഡ്രത്തിനോട് നാളെ ബൈ ബൈ പറയാണ്. ഈ ഒരു സ്റ്റേക്കേഷൻ അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് കുറേ ഫന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ കുറേ സമയം കളിച്ചു. ഞങ്ങൾക്ക് അതുപോലെ ഒരു ആക്ടിവിറ്റി കിട്ടിയ വേറെ ദിവസം ഇല്ല. എസ്പെഷ്യലി നമ്മളൊരു സിറ്റിയിലൊക്കെ സ്റ്റേക്കേഷന് വരുമ്പോഴുള്ളൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് നമുക്ക് കുറേ സ്ഥലത്തൊക്കെ പോകാനുണ്ടാവും, കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ പറയുമ്പം നമുക്ക് ആക്ടിവിറ്റീസ് എപ്പോഴും കുറവായിരിക്കും. നമ്മളിപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ജസ്റ്റ് ഒരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടത്തേക്കായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറേ ആക്ടിവിറ്റീസിനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ബീച്ചിൽ കണ്ണൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ കളിക്കാൻ. അങ്ങനെ കണ്ണൂനാണെങ്കിൽ ബീച്ചിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്കായി. കണ്ണു വന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഭയങ്കര പൂഴിപ്പരിപ്പ് പോലെ ആയതുകൊണ്ട് കാലിനൊക്കെ മണ്ണായി കഴിഞ്ഞാൽ പിന്നെ വീടിനകത്തേക്ക് മൊത്തം മണ്ണ് കയറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അമ്മ ഒരു വീഡിയോ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ഞാൻ പുറത്തേക്ക് വന്നതാണ്. കണ്ണൂർ ബീച്ചിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ് ഞാൻ പയ്യന്നൂർ പോയപ്പോഴും ഒരു ദിവസം ഞാൻ അവളെ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ എല്ലാവരും കൂടി കുറേ സമയം അവൾ ബീച്ചിൽ അവൾക്ക് ലാസ്റ്റ് അവൾ മതി എന്ന് പറയുന്നത് വരെ നമ്മൾ അവളുടെ കൂടെ നിന്നു കേട്ടോ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇന്ന് ഭയങ്കര രസമായിരുന്നു. എല്ലാ ദിവസവും നല്ലതായിരുന്നു. നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആവശ്യമില്ലാണ്ട് ഞങ്ങൾ കുറച്ച് പൈസ ഫുഡിനൊക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും അങ്ങനെ ചിലവാക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ ട്രിപ്പ് ഭയങ്കര നല്ല ട്രിപ്പായിരുന്നു. ഞാൻ നോക്കട്ടെ, തിരിച്ചു പോയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഞങ്ങൾക്ക് എത്ര ചിലവായി ഈ ഒരു ട്രിപ്പിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസിനൊന്ന് ഞാൻ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പം അത് നിങ്ങൾക്ക് ഹെൽപ്പാവും. കാരണം ഒരു ഫാമിലി ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പം നിങ്ങൾക്കത് എങ്ങനെ ഷെയർ ചെയ്യാമെന്നൊക്കെയുള്ള ഒരു ഐഡിയ ഞാൻ തരാം കേട്ടോ. തിരിച്ചു പോയിട്ട് ഇനിയിപ്പം ഈ ഒരു ട്രാവലിൻ്റെ ഒരു വ്ളോഗ് കൂടെ ബാക്കിയുണ്ട്. അതായത് നാളെ ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ പോകുന്നൊരു വ്ളോഗ് കൂടെ ഞാൻ ചെയ്യും. നാളെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി മറ്റന്നാൾ നമ്മൾ തിരിച്ച് ദാവണഗിരിക്ക് പോകും.
അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻസ്. വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുറേ പേര് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു കേട്ടോ, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ സ്റ്റോറീസൊക്കെ ഇടുമ്പം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും അവരെൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വർക്കല സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കല എന്ന് പറയുമ്പം അവർക്ക് എന്നെ വന്ന് കാണാനും തിരിച്ച് എനിക്ക് അവരെ പോയി കാണാനുള്ള ഒരു ദൂരത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലരെയും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, അയ്യോ സ്വാതി ട്രിവാൻഡ്രത്തുണ്ടോ, ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്, അവിടെയാണ് ഞാനൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം അവരൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, അതെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞില്ല എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ആൾക്കാരുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബിലൊക്കെ ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ഞാൻ ഈ ഒരു ട്രിപ്പിലാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാളെനിക്ക് കമൻറ്റ് ചെയ്തു, ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തു, അവൾ എന്നെ 2 വർഷം മുന്നേ ട്രിവാൻഡ്രത്ത് ലുലുവിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ഷോക്കായി പോയിട്ടോ. അപ്പോൾ അശ്വിനോട് പറഞ്ഞ അശ്വിൻ പറയുന്നു, നിന്നെ ഓർത്തിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് ആരെയും ഞാൻ ബൈ ചാൻസ് കാണാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞൊരു ട്രിപ്പിൽ ഞാനൊരു ആൻറ്റീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ആരെയും കണ്ടില്ല. പക്ഷേ കുറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ. ഞാനിവിടെ താമസിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി പുത്തൻതോപ്പിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, ആൻസി ചേച്ചി US-ലാണ്. അപ്പോൾ ആൻസി ചേച്ചി എൻ്റെ അടുത്ത് ഞാൻ പുത്തൻതോപ്പിലാണ്, ഈ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, സ്വാതിക്കുട്ടി എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്, മേനംകുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞു ചേച്ചീൻ്റെ നാട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ എം സോ ബ്ലെസ്ഡ്. ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ബ്ലെസ്സിങ്സ്. നമ്മളറിയാതെ നമ്മളെ നേരിട്ട് കാണാതെ എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ, ആ ഒരു സ്നേഹമൊക്കെ കിട്ടാൻ ശരിക്കും ഭാഗ്യം വേണമെന്ന് ഞാൻ പറയും. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ. പുതിയ വീഡിയോയുടെ ഞാൻ പെട്ടെന്ന് വരാം. താങ്ക് യു സോ മച്ച്.